നമസ്കാരം. I will be sitting and watching here. I may be a CPM card holder. I'll be sitting and watching, and the person, actual coolie brings the luggage down, he gets 50 rupees. But for me, being a card holder member, watching that act itself, I need to get 50 rupees. That is no coolie for you, sir. കേന്ദ്ര ധനകാര്യമന്ത്രി ഇന്ന് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ എടുത്തുകൊടുക്കുകയായിരുന്നു രാജ്യസഭയിൽ. അവർ കുറേ നേരം ഈ നോക്കൂലിയെ പറ്റി പറഞ്ഞിരുന്നു. അതിൽ കുറച്ച് ഭാഗം മാത്രമാണ് ഞാൻ കാണിച്ചത്. ബസ്സിൽ നിന്ന് ലഗേജ് ഇറക്കണമെങ്കിൽ കൂടി അത് ലഗേജ് ഇറക്കുന്ന ഒരാളായിരിക്കും, അയാൾക്ക് നമ്മളൊരു 50 രൂപ കൊടുത്താൽ പിന്നെ നോക്കി നിൽക്കുന്ന മറ്റൊരാൾ കാണും, അയാൾക്ക് കൂടെ 50 രൂപ കൊടുക്കേണ്ടി വരും എന്ന് രാജ്യസഭയിലാണ് പറയുന്നത്. ഇതിലും വലിയ നാണക്കേട് കേരളത്തിന് ഉണ്ടാവാനില്ല. അയാൾ ഒരുപക്ഷെ CPM മെമ്പറായിരിക്കും, അയാൾ ഈ പണി ചെയ്യത്തില്ല, വേറൊരാളായിരിക്കും ഈ ബസ്സിൽ നിന്ന് താഴോട്ട് ഈ ലഗേജ് ഇറക്കുന്നത്, അയാൾക്ക് 50 രൂപ കൊടുക്കണം, പോരാഞ്ഞിട്ട് ഈ നോക്കി നിന്ന ആൾക്കൂടെ 50 രൂപ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കൂലി ഇംഗ്ലീഷിലുമൊക്കെ അവർ പറയുന്നുണ്ട്. ഇതാണ് സംഗതി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആകെ 2-3 MPമാരാണ് CPMനും CPIക്കൊക്കെ ആയിട്ട് ഈ രാജ്യസഭയുള്ളത്. ആ 2-3 ബഹളം കിട്ടും. ഒന്ന് ഓർത്തു വയ്ക്കേ, ഇവർ പറയാൻ സമ്മതിക്കുന്നില്ല. ആ 2-3 കിടന്ന് ഒച്ച വെക്കുന്നതാണ്. ഒന്ന് ബിനോയ് വിശ്വമാണ് തോന്നുന്നു, ഒന്ന് പി സന്തോഷ് കുമാർ എന്നൊരു മുതലുണ്ട്. പി സന്തോഷ് കുമാർ, പിന്നെ ഇളമരം കാര്യം, ഇവരൊക്കെയാണ് രാജ്യസഭ MPമാർ. ഈ പി സന്തോഷ് കുമാർ എന്നൊരു MPയെ പറ്റി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ഈ അടുത്തിടെയാണ് ഇങ്ങനൊരു MP ഉണ്ടെന്ന് അറിയുന്നത് തന്നെ. കമ്മികൾക്ക് പോലും അറിയില്ല, ക്യാപ്സൂൾ വിതറുന്ന കമ്മികൾക്ക് പോലും ഇങ്ങനൊരു MP ഇവർക്കുള്ളതായിട്ട് അറിയില്ല. CPM കാരനാണ്, പി സന്തോഷ് കുമാർ എന്നാണ് അയാളുടെ പേര്. അയാൾ 2-3 ദിവസത്തിന് മുമ്പ് 600 കോടിയോളം കേന്ദ്രം തരാനുണ്ട്, JP നദ്ദ കള്ളം പറയുകയാണ് എന്നൊക്കെ പറഞ്ഞു പുറത്ത് വന്ന് ഡയലോഗ് അടിച്ചു. അകത്തല്ല, പുറത്ത് വന്ന് പത്രക്കാരോട് ഡയലോഗ് അടിച്ചു. BJP അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പാർലമെൻറ്റിൽ അവകാശ ലംഘന നോട്ടീസ് കൊടുക്കാൻ പറഞ്ഞു. അവർ കൊടുക്കുമെന്നൊക്കെ ഇവിടുന്ന് ഡയലോഗ് അടിച്ചിട്ട് അവിടെ പോയിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവം നടക്കുമ്പോൾ മാത്രമാണ് ഇതുപോലുള്ള മുതലുകൾ ജീവിച്ചിരിപ്പുണ്ട്, ഇവരൊക്കെ MP ആണ് എന്ന് നമ്മൾ അറിയുന്നതന്നെ. ഇന്നൊരു ആവശ്യമില്ലാതെ ധനമന്ത്രിയെ പോയി ചൊറിയാൻ പോയതാണ്. ധനമന്ത്രി നല്ല വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അവർ അവരുടേതായിട്ടുള്ള ശൈലിയിൽ ഇവിടെ നോക്കൂലി ഉണ്ടെന്നും കേരളത്തിൽ നോക്കി നിന്നവന് വരെ കൂലി കൊടുക്കേണ്ട ഒരു സംസ്ഥാനമാണെന്നും ഇത് കേരളത്തിലെ CPM ഭരിക്കുന്ന സംസ്ഥാനത്തെ കാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. ദേശീയ ലെവലിൽ തന്നെ നാറ്റിച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം പി സന്തോഷ് കുമാർ എന്നൊരു MP കൂടി കേരളത്തിനുണ്ടെന്നുള്ളൊരു അറിവ് 4 പേർക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റിയ എന്നൊരു ഗുണം കൂടിയുണ്ട്. ഇതൊക്കെ എന്തിനാണ് MP ആയിട്ടിരിക്കുന്നത്? ഇതൊക്കെ പാർട്ടി പ്രവർത്തനം നടത്തി തന്നെയാണോ MP ആയത് എന്ന കാര്യത്തിൽ ഇപ്പോൾ മറ്റു പാർട്ടികളെ സംബന്ധിച്ച് ഒരുപക്ഷെ മറ്റൊരു പാർട്ടിയിൽ നിന്ന് കാലുമാറി വരുന്നവരെ ചിലപ്പോൾ എടുത്തിട്ട് MP ഇതുപോലെ MLA ഒക്കെ ആക്കാറുണ്ട്. പക്ഷേ CPMൽ ഇതുപോലെ പ്രവർത്തിച്ച് 4 പേർ അറിയുന്ന എത്രയോ ആളുകൾ നിലനിൽക്കെ തന്നെ അവരുടെയൊക്കെ മണ്ടേ കൂടെ ഒരു പി സന്തോഷ് കുമാർ എന്ന് പറഞ്ഞ് സഹാക്കൾക്ക് പോലും അറിയാത്ത ഒരുത്തനെ പിടിച്ച് MP ആയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഓരോ കൊനഷ്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ പോലെയുള്ളവർ തിരിച്ച് ഇതേപോലെ കേരളത്തിനെ കൂടി നാറ്റിക്കുന്ന തരത്തിൽ മറുപടി കൊടുക്കുമ്പോൾ ഈ സത്യത്തിൽ ഇവരെ കൊണ്ട് ഗുണമാണോ കേരളത്തിന് ഉപദ്രവമാണോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഈ പി സന്തോഷ് കുമാറിനെ കൊണ്ട് ആകെ ഉണ്ടായ ഒരു വാർത്ത ഇതാണ്. കുത്തിത്തിരിപ്പ് ചോദ്യം ചോദിച്ചു, ഇവിടെ നോക്കൂലി എന്നൊരു സംഗതി ഉണ്ടെന്ന് രാജ്യം മുഴുവൻ അറിഞ്ഞു. നോക്കി നിന്നവന് കൂലി കൊടുക്കുന്നത് ഇത് എന്നെ ഇടപാടാണ്. നമ്മളിത് കണ്ടും കേട്ടും ഒരുപാട് ശീലിച്ചുകൊണ്ട് നമുക്കത് നാണക്കേടായിട്ട് തോന്നുന്നില്ല. പക്ഷേ പുറത്തുനിന്ന് ആളുകൾ കേൾക്കുമ്പോൾ കേരളത്തിൽ ഇതുപോലെ ഒരുത്തനായിരിക്കും ബസ്സിൽ നിന്ന് ലഗേജ് ഇറക്കുന്നത്, അവന് കാശ് കൊടുക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ നോക്കി വായും പൊളിച്ചിരിക്കുന്ന വേറൊരുത്തനൂടെ കാശ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇതെന്തോന്ന് വെള്ളരിക്കപ്പെട്ടണമെന്ന് ചോദിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളം നല്ല വൃത്തിയായിട്ട് നാണം കേട്ടിട്ടുണ്ട് രാജ്യസഭയിൽ. ഇതൊക്കെ ഈ പി സന്തോഷ് കുമാർ എന്ന് പറഞ്ഞ ഒരു MP വരുത്തി വെച്ച വിനയാണ്. ഇവരെ കൊണ്ട് വേറെ ജനങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യവും ഇവറ്റകളെ കൊണ്ട് പറ്റില്ല. എന്നാൽ നാറ്റിക്കാനാണെങ്കിൽ അതിൻ്റെ മുന്നിലുണ്ട് എന്തായാലും.